നിങ്ങളുടെ ജന്മനക്ഷത്രം അത്തമാണോ? എങ്കിൽ ഒരു കാര്യം ആദ്യം പറയാം. അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ കിട്ടുന്നതായി തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരിക്കൽ ഒരു അത്തം നക്ഷത്രക്കാരൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ തുടക്കത്തിൽ അയാൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് ഇവരുടെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് ഒരുപക്ഷേ മറ്റുള്ളവർ കരുതിയേക്കാം. കാലം കഴിയുമ്പോൾ അതേ ആളെ നോക്കി ഇത്രയും മാറിയത് എപ്പോഴാണ് എന്ന് ചോദിക്കേണ്ടി വരും. കാരണം അത്തം നക്ഷത്രത്തെക്കുറിച്ച് ജ്യോതിഷത്തിൽ പറയുന്ന പ്രധാന കാര്യങ്ങളിലൊന്ന് ശ്രമിച്ചുകൊണ്ട് പതുക്കെ സ്വന്തം സ്ഥാനം ഉണ്ടാക്കുന്ന സ്വഭാവമാണ് എന്നതാണ്. പക്ഷേ ഒരു ചോദ്യം ഇതാണ്: അത്തം നക്ഷത്രക്കാരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ്? അവരുടെ ഏറ്റവും വലിയ ശക്തി എന്താണ്? പണത്തിൻ്റെ കാര്യത്തിൽ ഇവർ എങ്ങനെയാണ്? ജോലിയിൽ ഉയർച്ച എപ്പോഴാണ് കൂടുതൽ പ്രതീക്ഷിക്കാവുന്നത്? അതിലും പ്രധാനമായി അത്തം നക്ഷത്രക്കാരുടെ ഭാഗ്യം ശക്തമാകുന്ന കാലം എപ്പോഴാണ്? ഇന്ന് അത്തം നക്ഷത്രത്തെക്കുറിച്ച് ഇതെല്ലാം ഒരു കഥ പോലെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ശിവശക്തി പ്രണയം എന്ന നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം അത്തം നക്ഷത്രക്കാരെ ഒന്ന് മനസ്സിലാക്കാം. അത്തം നക്ഷത്രക്കാരെ അടുത്തറിയുന്ന ഒരാൾക്ക് ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാകും: ഇവർ എല്ലാം എല്ലാവരോടും തുറന്നു പറയുന്ന കൂട്ടത്തിലായിരിക്കണമെന്നില്ല. മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും, പക്ഷേ അതെല്ലാം എല്ലാവരോടും പറയാറില്ല. ഒരു പ്രശ്നം വന്നാൽ ആദ്യം മറ്റൊരാളുടെ സഹായം തേടുന്നതിനേക്കാൾ ഇത് എനിക്ക് തന്നെ എങ്ങനെ പരിഹരിക്കാം എന്ന് ചിന്തിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ചില അത്തം നക്ഷത്രക്കാരെ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ശക്തരായി തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇവർക്കും വിഷമങ്ങൾ ഉണ്ടാകും. വ്യത്യാസം എന്താണെന്നാൽ അത് എല്ലാവരെയും കാണിച്ചു നടക്കില്ല. ഇവരുടെ മറ്റൊരു പ്രത്യേകത കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കാം എന്നതിനേക്കാൾ ശരിയായി ചെയ്യണം എന്ന ചിന്ത വരാം. ഇതാണ് ഇവരുടെ ശക്തിയും ചിലപ്പോൾ പ്രശ്നവും. കാരണം എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന ചിന്ത വന്നാൽ സ്വന്തം മനസ്സിന് തന്നെ അധിക സമ്മർദ്ദം കൊടുക്കാനും സാധ്യതയുണ്ട്. അത്തം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ശക്തി എന്താണ്? അത് പ്രശ്നം വന്നാലും വീണ്ടും എഴുന്നേൽക്കാനുള്ള കഴിവാണ്. ജീവിതത്തിൽ ഒരു തടസ്സം വന്നാൽ ആദ്യത്തെ നിമിഷം വിഷമിക്കാം, പക്ഷേ അതിൽ തന്നെ നിൽക്കാതെ പതുക്കെ കാര്യങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കുന്ന സ്വഭാവം കാണാം. അതുകൊണ്ട് തന്നെ അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വൈകിയെത്തിയാലും സ്ഥിരമായി നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഇത് പണത്തിൻ്റെ കാര്യത്തിലും കാണാം, ജോലിയുടെ കാര്യത്തിലും കാണാം, കുടുംബജീവിതത്തിലും കാണാം. ഇനി പണത്തിൻ്റെ കാര്യം. അത്തം നക്ഷത്രക്കാർക്ക് പണം വന്നാൽ എല്ലാം ഉടൻ ചെലവാക്കി തീർക്കുന്നവരായിരിക്കണമെന്നില്ല. പക്ഷേ കുടുംബത്തിനും അടുത്ത ആളുകൾക്കും വേണ്ടി പണം ചെലവാക്കാൻ മടിയില്ലാത്ത സ്വഭാവം ഉണ്ടാകാം. അതുകൊണ്ട് ചിലപ്പോൾ സ്വന്തം ആവശ്യങ്ങൾ പിന്നിലേക്ക് മാറ്റിവെച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന അവസ്ഥ വരാം. ഇവിടെ അത്തം നക്ഷത്രക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കണം: പണം സമ്പാദിക്കുന്നത് പോലെ തന്നെ പണം കൈവശം നിലനിർത്തുന്നതും പ്രധാനമാണ്. 2026 ശേഷിക്കുന്ന കാലത്ത് സാമ്പത്തികമായി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്ന അത്തം നക്ഷത്രക്കാർക്ക് വലിയൊരു മാറ്റം വരുത്തേണ്ടതാണ്. പണം സംബന്ധിച്ച തീരുമാനങ്ങളിൽ കൂടുതൽ വ്യക്തത കൊണ്ടുവരിക എന്നതാണ്. വലിയ ലാഭം കിട്ടുമെന്ന് കേട്ട് പെട്ടെന്ന് തീരുമാനമെടുക്കുന്നതിന് പകരം കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം മുന്നോട്ടു പോവുക. ഇനി ജോലി. അത്തം നക്ഷത്രക്കാരെ ജോലിയിൽ കണ്ടാൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം: ഇവർക്ക് വെറുതെ ഒരു ജോലി ചെയ്യുന്നതിനേക്കാൾ തങ്ങളുടെ കഴിവ് ഉപയോഗിക്കാൻ കഴിയുന്ന ജോലിയായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യത. ഒരു ജോലി ഇഷ്ടപ്പെട്ടാൽ ആത്മാർത്ഥമായി ചെയ്യും, പക്ഷേ തങ്ങളുടെ പരിശ്രമം ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നിയാൽ മനസ്സിൽ നിരാശയും വരും. ജോലി അന്വേഷിക്കുന്ന അത്തം നക്ഷത്രക്കാർക്ക് ഒരു കാര്യം പറയാം: ഒരൊറ്റ അവസരത്തിനായി കാത്തിരിക്കാതെ പുതിയ അവസരങ്ങൾ അന്വേഷിക്കുക, പുതിയ കഴിവുകൾ പഠിക്കുക, ആവശ്യമായിടത്ത് പരിചയക്കാരുടെ സഹായം തേടുക. കാരണം പലപ്പോഴും അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഒരു മാറ്റം ഒരു ചെറിയ അവസരത്തിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: ഭാഗ്യം എപ്പോൾ?
ഇതാണ് അത്തം നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം. എൻ്റെ നല്ല സമയം എപ്പോഴാണ്? ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഭാഗ്യം എന്നത് ഒരൊറ്റ ദിവസം പെട്ടെന്ന് വന്ന് ജീവിതം മുഴുവൻ മാറ്റുന്ന ഒന്നായി മാത്രം കാണേണ്ടതില്ല. ചിലപ്പോൾ ആദ്യം ഒരു ചെറിയ അവസരം വരും, പിന്നെ ഒരു പുതിയ പരിചയം, അതിനുശേഷം ജോലി സംബന്ധമായ ഒരു മാറ്റം, അതിനുശേഷം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാം. അങ്ങനെ പടിപടിയായി ജീവിതം മാറുന്ന കാലഘട്ടം ആയിരിക്കാം ഒരാളുടെ നല്ല സമയം. അതുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങൾ മന്ദഗതിയിലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഭാഗ്യമില്ല എന്ന് തീരുമാനിച്ച് പിന്മാറരുത്. 2026 ശേഷിക്കുന്ന കാലം എങ്ങനെയായിരിക്കും? ഇനി 2026 ശേഷിക്കുന്ന മാസങ്ങളിലേക്ക് വരാം. ഈ കാലയളവിൽ അത്തം നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ജോലിയും സാമ്പത്തിക തീരുമാനങ്ങളുമാണ്. നാളുകളായി മാറ്റിവെച്ച ഒരു കാര്യത്തിൽ വീണ്ടും ശ്രമിക്കാൻ അവസരം കിട്ടാം. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും വന്നു ചേരാം. ഇതിനകം ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളോ മാറ്റങ്ങളോ വന്നാൽ അതിനെ ഭയന്ന് ഒഴിവാക്കുന്നതിന് പകരം അതിൻ്റെ ഗുണദോഷങ്ങൾ നോക്കാം. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുന്നതിനൊപ്പം ചെലവുകൾ നിയന്ത്രിക്കാനും ശ്രമിക്കുക. ഇപ്പോൾ ഈ കാലയളവിനെ പെട്ടെന്ന് എല്ലാം മാറുന്ന സമയം എന്നതിനേക്കാൾ മാറ്റത്തിനുള്ള വാതിൽ തുറക്കാൻ തുടങ്ങുന്ന സമയം എന്ന രീതിയിൽ കാണാം. ഇനി കുടുംബവും ബന്ധങ്ങളും. അത്തം നക്ഷത്രക്കാർക്ക് കുടുംബം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സ്വന്തം ആളുകൾക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ചിലപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ തന്നെ പറഞ്ഞു നടക്കില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ആളുകൾക്ക് പോലും അവരുടെ മനസ്സ് മുഴുവൻ മനസ്സിലാകാതെ പോയേക്കാം. ഞാൻ ഇത്രയും ചെയ്തിട്ടും ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നൽ വരാതിരിക്കാൻ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ബന്ധങ്ങളിൽ ചെറിയൊരു തുറന്ന മനസ്സ് തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കാം. അത്തം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാം സ്വന്തം നിയന്ത്രണത്തിൽ വേണമെന്ന ചിന്ത കുറയ്ക്കുക. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാകും, ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാകില്ല. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളിൽ ആത്മാർത്ഥമായി ശ്രമിക്കുക. ബാക്കിയുള്ളത് സമയത്തിന് വിടുക. കാരണം അമിതമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും പ്രശ്നത്തേക്കാൾ വലിയ ഭാരമായി മാറും. ഇപ്പോൾ അത്തം നക്ഷത്രക്കാരെക്കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ എല്ലാം എളുപ്പത്തിൽ കിട്ടും എന്ന് പറയാനാവില്ല. പക്ഷേ കിട്ടുന്ന കാര്യങ്ങളെ ശ്രമത്തിലൂടെയും കഴിവിലൂടെയും നിലനിർത്താൻ കഴിയുന്ന സ്വഭാവം ഇവരിൽ കാണാം എന്നതാണ് ഒരു സവിശേഷത. പണത്തിൻ്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ സ്വന്തം ഉത്തരവാദിത്തവുമായി എടുത്തു നടക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് അത്തം നക്ഷത്രക്കാരോട് ഒരു കാര്യം മാത്രം പറയാം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് മാത്രം നോക്കി നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കരുത്. ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും നല്ല അധ്യായം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് തുടങ്ങുന്നത്. നിങ്ങളുടെ ജന്മനക്ഷത്രം അത്തമാണെങ്കിൽ കമൻറ്റിൽ അത്തം എന്നെഴുതൂ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിത്തിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് പോകാം.